വടകരയിൽ നിക്ഷേപകൻ DCC സെക്രട്ടറിയുടെ വീടിന് മുൻപിൽ നിന്ന് മരിച്ച സംഭവത്തിൽ വലിയ രോക്ഷമാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വന്നിരുന്നത്. നിരവധി പേർക്കാണ് ഈ കടത്തനാടൻ ലേബേഴ്സ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച തുക, UDF നിയന്ത്രിക്കുന്ന സൊസൈറ്റിയാണ്, നിരവധി പേർക്ക് വലിയ തുകകൾ ഇതുപോലെ ഇബ്രാഹിം ഹാജിക്ക് നഷ്ടപ്പെട്ടതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊരാളാണ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് ചേരുന്നത്. പേര് രാജൻ അല്ലേ? രാജൻ, എത്ര തുകയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? സർ, എനിക്ക് 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ കൂട്ടുകാരായ കൊല്ലങ്കണ്ടി ഭാസ്കരൻ, മൂസ ഹാജി, മഹഫിലി, CK ശങ്കരേട്ടൻ, അതുപോലെ തന്നെ വടകരയുള്ള എൻ്റെ മകൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ അനുജൻ സുരേട്ടൻ, ഇവർക്കെല്ലാം കൂടി ടോട്ടൽ 85 ലക്ഷം റുപ്യ. അതായത് കുടുംബത്തിൽ നിന്ന് 85 ലക്ഷം, താങ്കൾക്ക് മാത്രം 15 ലക്ഷം. എൻ്റെ സുഹൃത്തുക്കളും ബാക്കി ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാവരും ഒരാളൊഴിച്ച് ബാക്കി ഞങ്ങൾ 4 പേരും 40-42 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച ഒരാളാണ്. അപ്പോൾ അതിൽ ശങ്കരേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി മാത്രമാണ് ഈ ഒരു ഗവൺമെൻറ് സ്റ്റാഫായിട്ട് വിരമിച്ച ഒരാൾ. ബാക്കി എല്ലാവരും ഞങ്ങൾ പ്രവാസികളാണ്. ഞങ്ങളെല്ലാവരും പെട്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഈ തുക നിക്ഷേപിച്ചത്? ഞങ്ങൾ ഈ പൈസ നിക്ഷേപിക്കുന്നത് ഏകദേശം 2023 23 നിക്ഷേപിക്കുക. എനിക്ക് ഈ നമ്മുടെ ഈ കടത്തനാട്ട് സൊസൈറ്റി ഏതാണെന്നോ അല്ലെ ആരാണെന്നൊന്നും നമുക്ക് യാതൊരു അറിവുമില്ലാത്ത ആളാണ്. ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇവിടെ ഒരു റോഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ എടുത്തിരുന്നു, ഈ കടത്തനാട്ട് സൊസൈറ്റിക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അയാളാണ് എൻ്റെ അടുത്ത് കൂട്ടി വന്നത്. എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ രാജേട്ട, ഇവർ ഈ കടത്തനാട് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് സെക്രട്ടറികളെല്ലാം ഇവരിപ്പോൾ നമ്മളെ പഞ്ചായത്തിൽ 1 കോടി രൂപേൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഈ ലേബേഴ്സിന് കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നിങ്ങളടുത്ത് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പോലത്തെ എന്തെങ്കിലും നിക്ഷേപിക്കാൻ പറ്റിയ പൈസ ഉണ്ടെങ്കിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ 12% ഇൻട്രസ്റ്റ് തരുമെന്നാണ് പറയുന്നത്. അതിന് രാജേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർക്ക് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് ലക്ഷം പൈസയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത്രയും വിശ്വസ്തനായ എൻ്റെ പ്രസിഡൻറ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ സൊസൈറ്റിയെ പറ്റി കാര്യമായിട്ട് അന്വേഷിക്കുകയോ പിടിക്കുകയോ ചെയ്തിട്ടില്ല. അയാൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. എന്നെ ചതിക്കില്ല എന്നുള്ളത് നമുക്ക് അസലായിട്ട് 100% ആരെയും ചതിക്കാത്തൊരു കക്ഷിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ 5 ലക്ഷം റുപ്യ കൊടുത്തു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടാണ്ട് ഇവർ നേരിട്ട് എൻ്റെ വീട് അന്വേഷിച്ച് ഞാൻ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ വന്നു. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കടത്തനാട്ട് സൊസൈറ്റി, എനിക്കറിയാമല്ലോ, നേരത്തെ കണ്ട് പരിചയമുണ്ടല്ലോ ഒരാഴ്ച മുമ്പ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഭാസ്കരൻ എന്ന് പറഞ്ഞ ഒരാളും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ കണ്ട് നിങ്ങളെ സുഹൃത്തുക്കൾക്കാരുടെ അടുത്തും പൈസ ഉണ്ടെങ്കിൽ രാജേട്ടൻ നിങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ അതേപോലെ തന്നെ 12% ഇൻട്രസ്റ്റിൽ നമുക്ക് അവർക്കും കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഭാസ്കരനോട് ചോദിച്ചു. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, മോളെ കല്യാണത്തിന് വന്നതല്ലേ, 2-3 മാസം കഴിഞ്ഞാൽ കല്യാണമാവല്ലേ. അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് എപ്പം പൈസ ആവശ്യമുണ്ട് 1 ആഴ്ച മുന്നേ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ 10 ലക്ഷം റുപ്യ അയാളുടെ NR ചെക്ക് വീട്ടിൽ പോയി NR ചെക്ക് എടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ഇവിടെ നിന്നാണ് കൊടുത്തത്. ഓലി തന്നെ എഴുതിയത് 10 ലക്ഷം റുപ്യ അവർ തന്നെ എഴുതി നിക്ഷേപിച്ചു. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇവർ വന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള 5 ആൾ കൂട്ടത്തിൽ പറഞ്ഞ ഒരാൾ മുസാജി എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ അടുത്തു നിന്നും 10 ലക്ഷം റുപ്യ വാങ്ങി. അതിനുശേഷം ഇവർക്ക് സാമ്പത്തിക പ്രശ്നം നിൽക്കാത്തത് കൊണ്ട് ഞാൻ ശങ്കരേട്ടൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നും ചിന്തിക്കാതെ എന്നെ മാത്രം വിശ്വസിച്ച് ഞാൻ ചേർന്നിട്ടുണ്ടല്ലോ, രാജൻ 10 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം അവർ ഒരു ചെറിയ എൻക്വയറി ഇവരെ പറ്റി ഞങ്ങൾ ആരും അന്വേഷിച്ചില്ല. പിന്നെ ഏത് മുഖാന്തരം ഞാൻ പരിചയപ്പെട്ടെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് അതിൽ തൃപ്തിയാണ്. ഈ മനുഷ്യനെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്, നമ്മളെ വഴികാട്ടിയ ഒരാൾ. അങ്ങനെ മാസം കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞ് 1-ാം തീയതി തന്നെ ഞങ്ങളുടെ ഡിവിഡൻഡ് 2 തരമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ കൊണ്ട് തന്നെ. അതായത് ഞങ്ങളുടെ ബോണ്ടിൽ 10 ലക്ഷം റുപ്യൻ്റെ ബോണ്ടിൽ അവർ 8.5% ഡിവിഡൻഡ് ചേർത്തിരിക്കുന്നത്. 12% പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കി വരുന്നത് ഡിവിഡൻഡ് വേറൊരു വൗച്ചറിലാണ് ഞങ്ങളെ കൊണ്ട് എഴുതി പിടിച്ചിട്ട് തന്നുകൊണ്ടിരുന്നത്. വളരെ കൃത്യമായിട്ട് 2 കൊല്ലം വരെ ഇവർ ഏകദേശം 2 കൊല്ലം വരെ കൃത്യമായിട്ട് ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങൾ വന്നത്. ഇതിനിടയിൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ വർക്ക് കഴിയുകയും അപ്പോൾ പ്രസിഡൻ്റ് എന്നെ വിളിച്ച്, രാജേട്ട എന്താ സംഭവം, ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ പണ്ട് നമ്മളൊരു പൈസേൻ്റെ ഇടപാട് നടത്തിയെന്നല്ലോ എന്നതില്ല സ്ഥിതി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഇടപാട് ഇപ്പോഴും ഉണ്ട്, അവർ കൃത്യമായിട്ട് ഡിവിഡൻഡ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണോ, ഒരിക്കലും 10-30 ലക്ഷം റുപ്യ ഇവിടെ ബാക്കിയുണ്ട്, എന്നാൽ കൊടുക്കട്ടെ എന്ന് ചോദിച്ച് അദ്ദേഹം, ഞാൻ പറഞ്ഞു ഓക്കെ കൊടുത്തോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ്
അപ്പോൾ അവർ തീർത്തും പൈസയും പിരിഞ്ഞ്, അതുപോലെ തന്നെ പ്രസിഡൻറ്റിനും എന്നോടുള്ള ബാധ്യതയും അതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ ഒരു ബന്ധം വലിയൊരു ബന്ധമായി മാറി ഈ സൊസൈറ്റി ഞങ്ങളുമായിട്ട്. അങ്ങനെ ഇപ്പം വീട്ടിൽ വരിക ഞങ്ങളെല്ലാവരും ഞങ്ങൾക്കവിടെ വാർഷികാഘോഷത്തിൽ ഞങ്ങൾ ക്ഷണിച്ച് ഞങ്ങൾ പ്രത്യേക കസലയും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങളൊരു VIP സ്റ്റൈലിൽ തന്നെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങളെ ചെയ്യുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്ത് ഞങ്ങൾ വീണ്ടും വീണ്ടും കൊടുത്ത് 85 ലക്ഷം റുപ്യയായി. അപ്പോൾ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ പിന്നെ ഞങ്ങൾ ഡിവിഡൻഡ് നിന്നതിന് ശേഷം ഞങ്ങൾ പൈസക്ക് ആവശ്യപ്പെട്ടു. അപ്പോൾ പൈസക്ക് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഗവൺമെൻറ് വർക്കാണ് ഇവർ കൂടുതൽ എടുക്കുന്നത്. അതായത് തുക ആദ്യം മടക്കി ചോദിച്ചപ്പോൾ ആദ്യം നല്ല രീതിയിൽ നല്ല സമീപനമായിരുന്നു, പിന്നെയാണോ അവരുടെ സ്വഭാവമൊക്കെ മാറണം തുടങ്ങി? അതെ, സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. സ്വഭാവം വെച്ചാൽ പൈസ ഇല്ല, തരാൻ പൈസയില്ല. അപ്പോൾ തരാൻ രാജേട്ട് നിങ്ങൾക്ക് അറിയുന്നില്ല പ്രശ്നം, എന്നെക്കാൾ നന്നായിട്ട് എപ്പോൾ വിളിച്ചാലും ഫോണൊക്കെ എടുക്കും, ഫോൺ എടുക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യും. ഇപ്പോഴും അതിനൊന്നും ഒരു പ്രശ്നവും കാര്യം അത്രയും നല്ല ബന്ധത്തിലാണുള്ളത്. അപ്പോൾ ഇതിനിടയിൽ അവർ പറഞ്ഞ് ഏകദേശം ഒരു 2.5 കോടി റുപ്യോളം നമുക്ക് ഗവൺമെൻറ് വർക്കാണ് ഇവർ കൂടുതൽ എടുക്കുന്നത്. ഗവൺമെൻറ് വർക്കിൽ നമുക്ക് കിട്ടാനുണ്ട്. ട്രഷറിയിൽ ഇപ്പോൾ 5 ലക്ഷം റുപ്യൻ്റെ ചെക്കാൻ മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് നിങ്ങളൊന്നും പൈസ തരാനാകാത്തത്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമെല്ലാം സാമ്പത്തിക പ്രശ്നമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും പൈസ തരാൻ ഒരു വിഷയമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നീണ്ടു പോയി അത് ഞങ്ങൾ ബിസിനസ്. അപ്പോൾ ഇതൊന്നും കിട്ടാണ്ടായാലും ഞങ്ങളൊന്ന് മുറിക്കിയതിന് ശേഷം അവരൊരു പദ്ധതി എടുത്ത്, കാരണം ഈ പ്രസിഡൻറ്റ് ഇപ്പം നിലവിലുള്ള ബഷീർക്ക ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ രാജേട്ടാ ഞാനൊന്ന് വിദേശത്ത് പോയി നോക്കട്ടെ, എനിക്ക് ഒരുപാട് പരിചയക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഈ സൊസൈറ്റി ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാമെന്ന് നോക്കട്ടെ, നമുക്ക് നിങ്ങളെപ്പോൾ തന്നെ ഡിപ്പോസിറ്റുകാരെ കുറച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാം പൈസ ഒഴിവാക്കല്ലോ എന്നും പറഞ്ഞിട്ട് അയാളൊരു വിദേശ യാത്ര പോയി 6 മാസം നിന്ന്. ഈ 6 മാസം നിന്ന് തിരിച്ച് വന്നിട്ട് 1 റുപ്യ പോലും ഞങ്ങൾക്ക് ആർക്കും തന്നില്ല. എന്ത് ചെയ്ത് എന്നുള്ളതിൻ്റെ വരവ് ചെലവ് കണക്ക് പോലും നമുക്കിപ്പം അറിയുന്നില്ല. ഈ ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്ത ശേഷമാണ് ഇത്രയും സ്ഥിതി ഗുരുതരമാണ് നിങ്ങൾ മനസ്സിലായത്? അല്ല, അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ മനസ്സിലായിരുന്നു. കാരണം ഈ ഇബ്രാഹിം ഹാജി കപ്പലാണെന്ന് ആദ്യം മനസ്സിലായി? ഇല്ല, ആദ്യം മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ഈ ഡിവിഡൻഡ് നിന്നതിന് ശേഷമാണ് മനസ്സിലായത്. ആ സമയത്തൊക്കെ ഞങ്ങളെ എത്രയോ മുമ്പുള്ള ആളാണ് ഈ ഇബ്രാഹിം ഹാജി. ഈ ഇബ്രാഹിം ഹാജി ഞാൻ പല പ്രാവശ്യം ഇയാളവിടെ വന്നിട്ട് പൈസക്ക് പറയുന്നതും വിഷമങ്ങൾ പറയുന്നത്, എനിക്ക് ഗുളിക വാങ്ങാൻ പൈസ ഇല്ല, എൻ്റെ മക്കൾക്ക് എന്നില്ലാത്ത ഒരുപാട് വിഷമങ്ങൾ പറയുന്നത് ഞാൻ നേരിൽ കണ്ട ഒരാളാണ്. അപ്പോഴെല്ലാം ഞങ്ങൾ മിണ്ടാണ്ട് നിൽക്കുക, ഞങ്ങളും ഇതേ വിഷയത്തിന് ഞങ്ങളും പോകുന്നത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാം അധികവും രോഗികളാണ്. 4 ആളിൽ അധികവും ഞങ്ങൾ രോഗികൾ. അതെല്ലാം ഞങ്ങൾ SP കൊടുത്ത പരാതിയിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ ട്രഷറി കിട്ടാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ വിദേശയാത്രയും പോയി, അതും പരാജയപ്പെട്ട്. അപ്പോഴേക്കിപ്പോൾ ഈ അടുത്ത് അങ്ങനെ ഒരു കവിതയും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞ് ഇനി കാക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഒരു പറഞ്ഞ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, തെരഞ്ഞെടുപ്പ് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കാമെന്നല്ല. അതെല്ലാം ഞങ്ങൾ സഹകരണത്തോടെ കേട്ട് നിന്ന്. ഇനി എന്താണ് നിങ്ങൾ അടുത്ത നടപടി? അടുത്ത നടപടി എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവർ ഇപ്പം നമ്മളെ UDF അധികാരത്തിൽ വരികയും അതിനുശേഷം ഞങ്ങളെ വിളിക്കുകയോ പറയുകയോ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ നേരെ SP ഓഫീസിൽ പോയി പരാതി കൊടുത്ത് എല്ലാവരും കൂടി പോയി. അപ്പോൾ SP അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ, അപ്പോൾ ഞങ്ങൾ വ്യക്തമായി എല്ലാ കാര്യം എഴുതുകയും കൂടാതെ അയാളോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്ത്. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത സ്റ്റേജ് എന്താണെന്ന് ചോദിച്ച്, അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അപ്പോൾ അന്നേരം തന്നെ അവർ പറഞ്ഞേക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം, നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യണോ അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയമായി. എന്നാൽ UDF ഭരണത്തിൽ സത്യപ്രതിജ്ഞയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ സത്യപ്രതിജ്ഞയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഒരു വിവരവും കാര്യവും ഇല്ല. അതിനുശേഷം ഞങ്ങൾ വീണ്ടും എല്ലാവരും SP ഓഫീസിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് നിങ്ങളെ കേസ് ഞങ്ങൾ DYSPക്ക് മാറിയിട്ടുണ്ട്, നിങ്ങൾ ആ സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ അവരെ വിളിപ്പിച്ചു. അവർ പറഞ്ഞ് അപ്പോൾ SP ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചു. അന്നേരം അവർ പറഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഞങ്ങളിവരെ ഒഴിവാക്കേണ്ട ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ആകുമ്പോൾ ഇവരെ ഞങ്ങൾ അറിയിച്ചത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ 2 മാസം കൂടി കാത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞ് SP ഓഫീസിൽ പോയിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങളെ കേസ് അങ്ങോട്ട് മാറ്റിയിരിക്കുന്നതാണ്, DYSPയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ പോയപ്പോൾ അവർ വിളിപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ എല്ലാം പറഞ്ഞ് FIR കൊടുത്ത് അതിൻ്റെ കേസും ഫയലെല്ലാം കൊടുത്തപ്പോൾ അവരെ വിളിപ്പിച്ച് അവർ പറഞ്ഞ് ഞങ്ങൾ ഈ സൊസൈറ്റി മറ്റൊരാൾക്ക് കൈമാറിയിട്ടുണ്ട് കോഴിക്കോട്ടുള്ള, അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഈ 30-ാം തീയതി, അതായത് ഇന്ന് 30-ാം തീയതി നടക്കും. അതുകൊണ്ട് അവരോട് എല്ലാവരോടും ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങളെ അടക്കം ഈ പുതുതായിട്ട് സൊസൈറ്റി എടുക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഡിപ്പോസിറ്ററെ അടക്കം എടുക്കുമെന്നെല്ലാണ് പറഞ്ഞത്. പക്ഷേ ഡയറക്റ്റായിട്ട് ഈ കൈമാറി എന്നുള്ളത് സെക്രട്ടറി മുഖാന്തരമാണ് അറിയുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളെല്ലാം അടക്കി എടുക്കുന്നുള്ള ഊഹാഭങ്ങളെ പലയിടത്തും പല കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടിട്ട് ഞങ്ങളത് ആശ്വസിച്ച് നിന്ന്. ഞങ്ങൾ എന്താണ് പറഞ്ഞ് ഞങ്ങളെ കേസിൽ എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കും, ഞങ്ങളായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ പൈസ മാത്രമേ വേണ്ടൂ, ഞങ്ങൾക്ക് ഇവരെ ഗൂരിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതാക്കണം എന്നുള്ള ഒരു പ്രശ്നവുമില്ല, അവരെ വിഷമിപ്പിക്കണം എന്നുള്ള ഒരു ലാസ്റ്റ് ചോദ്യം. അതായത്
ഈ DCC നേതൃത്വത്തിൽ നിന്ന് നിങ്ങൾ ഫോൺ കോളുകൾ വന്നിട്ടുണ്ടോ? DCC ഇന്ന് കോളുകളൊന്നും വന്നിട്ടില്ല. ഈ സുധീർ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ് സുധീർ എന്നല്ല പറഞ്ഞ നമ്മളെല്ലാം അയാൾ ബാങ്ക് ജീവനക്കാരനാണ്. അപ്പോൾ അയാളൊക്കെ ഞങ്ങളിപ്പോഴും നല്ല സുഹൃത്ത് ബന്ധത്തിലാണ്. അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള പ്രസിഡന്റ് ബഷീർക്ക അവരൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ്. അതിനിടയിലാണ് അപ്പോൾ അവർ ചോദിച്ചു, ഇപ്പോൾ അടുത്ത മെനഞ്ഞാന്ന് ഞങ്ങൾ DYSP ഓഫീസിൽ വീണ്ടും പോയി. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ സംഗതി ഉള്ളത് ഇങ്ങനെ കൈമാറിയിട്ടുണ്ട് എന്നാണ് അവർക്ക് കിട്ടിയ വിവരം. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുന്നു, കേസ് ക്രിമിനൽ കേസായിട്ട് എടുക്കണോ അതല്ലെങ്കിൽ എന്തെന്ന് ചെയ്യുന്നത് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എന്തായാലും സാറേ 30 തീയതിക്ക് ഇനി 2 ദിവസമല്ലേ ബാക്കിയുള്ളൂ, അതുകൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് കേസ് ക്രിമിനൽ കേസാണെങ്കിൽ എന്ന രീതിയിൽ തന്നെ കൊടുക്കാം, ഒരു വക്കീലിൻ്റെ സഹായം തേടാനും കൂടി സാറെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത ആയത്. ആകെ വിഷമിച്ചിരിക്കുന്നത്, അയാൾ വല്ലാതെ വിഷമിച്ചിട്ട് ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. എന്നതിന് അതേപോലെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും സ്ഥിതി. അപ്പോൾ ഞങ്ങൾ പൈസ എത്രയും പെട്ടെന്ന് തരാനുള്ളൊരു മനസ്സവർക്ക് ഉണ്ടാകട്ടെ, അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പം പറയുന്നത്. അത് എത്രയും പെട്ടെന്ന് ഈ പൈസ മടക്കി കിട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം. അടിമുടി ഈ UDF നിയന്ത്രിക്കുന്ന ഈ സൊസൈറ്റിയിൽ, സാമ്പത്തിക സൊസൈറ്റിയിൽ അടിമുടി ക്രമക്കേടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ക്യാമറമാൻ ഫിറോഷിനോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.